നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രശാന്ത് പിള്ള. ഈ വീഡിയോയിൽ ഞാൻ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ, അതായത് വായയുടെ പുനർനിർമ്മാണം, മൊത്തത്തിലുള്ള പുനർനിർമ്മാണത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ അത് എന്താണെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ ഈ ഫുൾ മൗത്ത് റീകൺസ്ട്രക്ഷൻ ശരിക്ക് എപ്പോഴാണ് വേണ്ടി വരിക? നമുക്ക് ഒരു സെർട്ടൻ ഏജ് കഴിയുമ്പോൾ പല്ലിന് ഒരുപാട് തേയ്മാനം സംഭവിച്ച് പല്ലുകൾ എല്ലാം ഒന്നുകിൽ കേടുവരികയോ അല്ലെങ്കിൽ മോണരോഗം കൊണ്ടോ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വായിൽ പല്ലുകളുടെ എണ്ണം കുറയുകയും ഉള്ള പല്ലുകളുടെ ജോലി കൂടുകയും ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ പോയിട്ടുള്ള പല്ലുകൾ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറും ട്രീറ്റ്മെൻറ്റിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് കേസസിൽ പല പല്ലുകളും നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പല്ലുകളിൽ അനവധി പല്ലുകൾ തേയ്മാനം വരികയും കേടുവരികയും ചെയ്യും. അപ്പോൾ ഇതിനെ തുടർന്ന് നമ്മൾക്ക് ഈ കേട് വന്നിട്ടുള്ള നിലനിർത്താവുന്ന പല്ലുകളെല്ലാം നമുക്ക് ക്രൗൺസും റൂട്ട് കനാലും എല്ലാം ചെയ്ത് നിലനിർത്തുകയും ബാക്കി ഇല്ലാത്ത പല്ലുകൾ ഇംപ്ലാന്റ് ചെയ്ത് റീകൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ എന്ന് പറയുക. അതാണ് അതിൻ്റെ എസെൻസ്. അപ്പോൾ ഇതിൽ എപ്പോഴാണ് നമ്മൾ സാധാരണ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ പറയാറ് എന്ന് നോക്കാം. ഇപ്പോൾ പലപ്പോഴും നമുക്ക് പല്ലുകളെല്ലാം തന്നെ വല്ലാതെ വോൺ ഔട്ടായിട്ട് തേയ്മാനം വന്ന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരുപാട് കേട് വന്നിട്ട് നാശമായി പോകുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ വേണ്ടി വരാറുണ്ട്. പിന്നെ മോണരോഗം, സിവിയർ ആയിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള മോണരോഗം വന്നിട്ട് മോണ കംപ്ലീറ്റ് ഇറങ്ങിപ്പോയി അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എല്ലാം പോയി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരിൽ നമുക്ക് മോണരോഗം ബാധിച്ചിട്ടുള്ള പല്ലുകളെല്ലാം എടുത്ത് കളഞ്ഞ് അതിൻ്റെ പൊസിഷനിൽ ഇംപ്ലാന്റ് ചെയ്ത് നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ പറയാറുണ്ട്. മൂന്നാമതായിട്ട് പല പല്ലുകളും മിസ്സിങ്ങും ബാക്കി പല്ലുകളെല്ലാം തന്നെ കോംപ്രമൈസ്ഡ് ആയിട്ടിരിക്കുക, അതായത് ചരിഞ്ഞും വളഞ്ഞും അല്ലെങ്കിൽ കേടുവന്നൊക്കെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഉള്ള പല്ലുകളെല്ലാം തന്നെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഇതിൽ നല്ല പല്ലുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ നിലനിർത്താനും ശ്രമിക്കാറുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഒരു ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സഡൻ ആയിട്ടുള്ള ഒരു ആസിഡ് അറ്റാക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലർക്ക് ഒരുപാട് ഈ മറ്റേ ഗ്യാസ്ട്രൈറ്റിസും ഗ്യാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ്, അതായത് നമ്മുടെ സ്റ്റമക്കിലുള്ള ആസിഡ്സ് വായിലേക്ക് വന്നിട്ട് ആ പല്ലുകളെ അറ്റാക്ക് ചെയ്തിട്ട് പല്ലുകൾ ഡാമേജ്ഡ് ആയി പോവുക. ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ പലപ്പോഴും നമ്മൾ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ വേണ്ടി വരാറുണ്ട്. പിന്നെ ചില സമയത്ത് ചില വ്യക്തികളിൽ പല്ലുകളെല്ലാം സ്ഥാനം തെറ്റി നിരതെറ്റി വല്ലാതെ പൊങ്ങിയും അകന്നും ഇരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങൾ പലപ്പോഴും ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ പറയാറുണ്ട്. അത് ഈ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ ചെയ്തു കഴിയുമ്പോൾ ഈ ആളുടെ ചിരി മാറും, സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല അതിനുശേഷം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ പലപ്പോഴും പല പേഷ്യൻസിലും ഒരുപാട് തേയ്മാനം വന്ന് ഫേസ് കൊളാപ്സ് ചെയ്തിട്ടുള്ള അവസ്ഥകളിൽ ഡെൻറ്റൽ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നൊരു പ്രക്രിയയുടെ ഭാഗമായിട്ട്, അതായത് വെർട്ടിക്കൽ ഹൈറ്റ്, ഈ തേഞ്ഞു പോയ പല്ലുകളുടെ ഹൈറ്റ് കൂട്ടിയെടുക്കുന്ന രീതിയിൽ നമ്മൾ ക്രൗൺ ചെയ്യുകയോ അല്ലെങ്കിൽ കോമ്പോസിറ്റ് റെസിൻ ഉപയോഗിച്ചിട്ട് ബിൽഡ് ചെയ്യുകയോ ചെയ്തിട്ട് നമ്മൾ ആ വെർട്ടിക്കൽ ഹൈറ്റ് കൂട്ടിയെടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ഡെൻറ്റൽ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുക. ഇത് ഡെൻറ്റൽ ഫേസ് ലിഫ്റ്റ് വേണ്ടി വരുന്നവർക്ക് നമ്മൾ പലപ്പോഴും ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ പറയാറുണ്ട്. പിന്നെ ചിലർക്ക് താടിയെല്ലിൻ്റെ സ്ഥാനം തെറ്റി നിന്നിട്ട് ജോയിൻറ്റ് പെയിൻ വരാറുണ്ട്. ജോയിൻറ്റ് പെയിൻസ്, ഭയങ്കര സിവിയർ ജോയിൻറ്റ് പെയിൻ അങ്ങനെയൊക്കെ വന്ന് താടിയെല്ലിൻ്റെ അലൈൻമെൻറ്റും ഫങ്ഷനിങ്ങും കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള അവസരങ്ങളിലും ഞങ്ങൾ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ ചെയ്യാറുണ്ട്. ഇനി ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ ചില ചിത്രങ്ങളിലൂടെ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ വല്ലാതെ വോൺ ഔട്ടായിട്ട് തേയ്മാനം വന്നിട്ടുള്ള പല്ലുകൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്ന പോലെ അനവധി പല്ലുകളിൽ കേടുവന്ന് നാശമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷനാണ് ഒരു പോംവഴി.
ഇതിനെ നമ്മൾ ബോംബ്ഡ് ഔട്ട് ടീത്ത് എന്ന് ചിലപ്പോൾ പറയും. അതായത് വായിൽ ബോംബിട്ടിട്ട് നമ്മൾ പല്ലുകൾ മുഴുവൻ പൊട്ടിത്തെറിച്ച പോലത്തെ ഒരു അവസ്ഥ, അതാണ്. അപ്പോൾ അങ്ങനെ കാണാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഗം ഡിസീസ്, ക്രോണിക് ഗം ഡിസീസ് വന്ന് പല്ലുകളെല്ലാം ഇളകി ആടി നാശമായി പോകുന്ന അവസ്ഥയിൽ നമ്മളിത് ചെയ്യാറുണ്ട്, ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ ചെയ്യാറുണ്ട്. പിന്നെ ചില പല്ലുകൾ നിലനിർത്തിക്കൊണ്ട് മറ്റ് പല്ലുകളെ എടുത്ത് കളഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരവസ്ഥയിലും നമ്മളിത് ചെയ്യാറുണ്ട്, ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ ചെയ്യാറുണ്ട്. പിന്നെ ആക്സിഡൻറ്റിൽ നമുക്ക് പല്ലുകൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്കിത് ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ ചെയ്യാറുണ്ട്. താടിയെല്ല് നീണ്ട് നിൽക്കുകയും അല്ലെങ്കിൽ താടിയെല്ലിൻ്റെ സ്ഥാനം തെറ്റി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയിലും നമ്മളിത് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്തു കഴിയുമ്പോൾ നമുക്കത് കറക്റ്റ് അലൈൻമെൻറ്റിലേക്ക് ഇത് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെൻറ്റൽ ഫേസ് ലിഫ്റ്റ്, ഇതാണ് ഡെൻറ്റൽ ഫേസ് ലിഫ്റ്റിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഇമേജിൽ നമുക്ക് കാണാം ഫേസ് വല്ലാതെ കൊളാപ്സ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കാണുന്ന ഇമേജിൽ നമുക്ക് ഫേസ് കറക്റ്റ് പ്രൊപ്പോർഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഹൈറ്റ്, മൂക്കിൻ്റെ താഴെയും താടിയെല്ലിൻ്റെ ഇടയിലായിട്ടുള്ള ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ അങ്ങ് മാറും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡെൻറ്റൽ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുക. അപ്പോൾ പല്ലുകൾ ആർട്ടിഫിഷ്യൽ ടീത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫേസിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ മാറ്റാൻ സാധിക്കും. പിന്നെ ജോയിൻറ്റ് പെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻറ്റ് പെയിൻ ഉള്ള അവസരങ്ങളിൽ നമ്മൾ പലപ്പോഴും ഒരുപാട് കേസസിൽ പല്ലുകളുടെ സ്ഥാനം തെറ്റി നിൽക്കുന്നതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ മൂലം വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഫുൾ മൗത്ത് റീഹബിലിറ്റേഷൻ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ലോ ഉണ്ട്, വുൾഫ്സ് ലോ എന്നാണ് ഞങ്ങൾ പറയുക. ഫോം ഫോളോസ് ഫങ്ഷൻ. അപ്പോൾ അതായത് ഒരാൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുക്കുകയാണ്, സ്ഥിരമായിട്ട് വെയിറ്റ് എടുക്കുന്ന ഒരാൾക്ക് നല്ല മസിൽ വയ്ക്കും. എന്തുകൊണ്ടാണ് അത്? ആ മസിലിന് സ്റ്റിമുലേഷൻ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മസിൽ വികസിക്കും. മസിലിന് വികസിക്കണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ബ്രെയിനിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ വരുന്നതുകൊണ്ടാണ് ഈ മസിൽ വികസിക്കുന്നത്. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ വുൾഫ്സ് ലോ നമ്മുടെ താടിയെല്ലിൽ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ താടിയെല്ലിൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ പല്ലുകൾ നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബോണിൻ്റെ ഹൈറ്റ് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. എന്താ കാരണം? പല്ലിൻ്റെ സ്റ്റിമുലേഷൻ എല്ലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട്. പല്ല് പോയി കഴിഞ്ഞാൽ ഈ സ്റ്റിമുലേഷൻ പോവുകയും അവിടെ ബോൺ കൊളാപ്സ് ചെയ്യാനും തുടങ്ങും. ഈ കൊളാപ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോണിലേക്ക് നമ്മൾ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത് നമ്മൾ പല്ല് വെച്ച് കൊടുത്ത് ചവച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബോൺ റീഫോം ചെയ്യാൻ തുടങ്ങുന്നത് കാണാം പലപ്പോഴും. അപ്പോൾ ഈ വുൾഫ്സ് ലോ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, ഞങ്ങൾ ഇത് ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇതിൽ ഫുൾ മൗത്ത് റീഹബിലിറ്റേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ഫോട്ടോഗ്രാഫ്സും വീഡിയോസും എടുക്കും. അതായത് പേഷ്യൻ്റ് ഏതൊരു അവസ്ഥയിൽ വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് സ്റ്റഡി മോഡൽസ് എടുക്കും. സ്റ്റഡി മോഡൽസ് എന്ന് പറഞ്ഞാൽ അളവെടുത്തിട്ട് നമ്മൾ കാസ്റ്റ് ഉണ്ടാക്കി, പ്ലാസ്റ്റിക് കാസ്റ്റ് ഉണ്ടാക്കി അത് നമ്മൾ മാറ്റിവെക്കും. പിന്നെ നമ്മൾ എക്സ്റേസ്, പലതരത്തിലുള്ള എക്സ്റേസ് എടുക്കും. OPG, IOPA, CBCT, ഇങ്ങനെ പലതുമുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ 3D പ്രിൻറ്റിങ് ചെയ്യും. നമ്മൾ 3D സ്കാൻ ചെയ്തിട്ട് എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒരു 3D മോഡൽ നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുക്കും. പിന്നെ ഡയഗ്നോസ്റ്റിക് മോക്കപ്പ് ആൻഡ് വാക്സപ്പ്, അതായത് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് അല്ലെങ്കിൽ ഈ റീഹബിലിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പേഷ്യൻറ്റിൻ്റെ ഏകദേശ രൂപം എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ഒരു വാക്സപ്പ് മുഖേന പലപ്പോഴും ചെയ്ത് നോക്കേണ്ടി വരാറുണ്ട്. ഇതും ചെയ്യാറുണ്ട്. പിന്നെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങും ചെയ്ത് ഇതിന് ശേഷം പേഷ്യൻ്റായിട്ട് വിശദമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യും. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക പലപ്പോഴും. അപ്പോൾ ഇതിൽ ഓർക്കേണ്ട പ്രിൻസിപ്പിൾ ഇതാണ്: ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, യു പ്ലാൻ ടു ഫെയിൽ. എപ്പോഴും പ്ലാനിങ് വളരെ പ്രധാനമാണ്. പ്ലാനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫെയിലിയർ ഉറപ്പാണ്. അപ്പോൾ അതായത് ഇഫ് യു ഫെയിൽ ടു പ്ലാൻ, യു പ്ലാൻ ടു ഫെയിൽ. അത് എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോഗ്രാഫിക് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നു, പിന്നെ മോഡൽസ് എടുക്കുന്നു, ഡെൻറ്റൽ മോഡൽസ് ഉണ്ടാക്കുന്നു പേഷ്യൻറ്റിൻ്റെ, പിന്നെ നമ്മൾ എക്സ്റേസ് എടുക്കുന്നു, പലതരത്തിലുള്ള എക്സ്റേസ് ഉണ്ട്, 3D ഇമേജിങ് ചെയ്യുന്നു. ഇതാണ് 3D ഇമേജിങ്, ഇതെല്ലാം ചെയ്യുന്നു. പിന്നെ നമ്മൾ
മറ്റേ സ്പ്ലിൻസ്, അതായത് സ്റ്റെൻസ് അല്ലെങ്കിൽ സ്പ്ലിൻസ് ഉണ്ടാക്കുന്നു. അതായത് ഓപ്പറേറ്റ് ചെയ്യേണ്ട പേഷ്യൻറ്റിൻ്റെ താടിയെല്ലിൽ നമ്മൾ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഒരു പ്രത്യേകതരം പ്ലേറ്റ് ഉണ്ടാക്കി ആ പ്ലേറ്റിൽ ചില സ്ക്രൂ ഹോൾസ് ഇട്ടിട്ട് നമ്മൾ ആ ഹോള് വഴി ഗൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രില്ല് ചെയ്യുക. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പിക്ചർ സ്റ്റെൻറ്റിൻ്റെ പിക്ചറാണത്. ഇതും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഇതിനെ നമ്മൾ സ്റ്റീരിയോ ലിത്തോഗ്രഫിക് മോഡൽ എന്ന് പറയുക. അതായത് STL മോഡൽ ഓർ സ്റ്റീരിയോ ലിത്തോഗ്രഫിക് മോഡൽ. ഇത് നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പേഷ്യൻറ്റിൻ്റെ 3D സ്കാൻ ഉപയോഗിച്ച് ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് അത് കഴിഞ്ഞ് 3D പ്രിന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മാതിരി സർജിക്കൽ ഗൈഡ് ഉണ്ടാക്കുന്നത്. ഇതിനെ സർജിക്കൽ ഗൈഡ് എന്നാണ് പറയുക, അല്ലെങ്കിൽ സ്റ്റെൻറ്റ് എന്നാണ് പറയുക. പിന്നെ നമ്മൾ മെഡിക്കൽ ക്ലിയറൻസ് ഭയങ്കര പ്രധാനമാണ്. മെഡിക്കലി പേഷ്യൻ്റ് ഫിറ്റ് ആണ് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഇത് കഴിഞ്ഞ് നമ്മൾ വാക്സപ്പ് ചെയ്യും. പലപ്പോഴും നമ്മൾ മെഴുകിൽ നമ്മൾ ഇത് ഇല്ലാത്ത പല്ലിൻ്റെ ഭാഗങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കി നമ്മൾ ട്രയൽ ചെയ്ത് നോക്കാറുണ്ട് പലപ്പോഴും. ഡിസ്കഷൻ, പേഷ്യൻ്റായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസ്കഷൻ ചെയ്യും. അപ്പോൾ ഇതിൽ നമ്മൾ പല തരത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാറുണ്ട്. പലപ്പോഴും ഓൺലേസ്, വെനിയർ, ക്രൗണ്, മിസ്സിംഗ് ടീത്ത് റീപ്ലേസ്മെൻറ്റ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഞ്ചർ ഉപയോഗിച്ച്, ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് വർക്ക്, ഡെൻറ്റൽ ഇംപ്ലാൻസ്, ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ എയിംസ് എന്താണ്, ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ്റെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇതുകൊണ്ട് നമ്മൾ പേഷ്യൻറ്റിന് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംപ്രൂവ്ഡ് ചൂയിങ് എഫിഷ്യൻസി, ചവയ്ക്കുന്ന പ്രക്രിയ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യപ്പെടും. പിന്നെ സ്മൈല് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെൻറ്റൽ ഫേസ് ലിഫ്റ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ഇംപ്രൂവ്ഡ് ഓറൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, പൊതുവെ വായുടെ പുനർനിർമ്മാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പല്ലിൻ്റെ അവസ്ഥയും വായുടെ അവസ്ഥയും വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നു. മാത്രമല്ല പേഷ്യൻറ്റിന് സുഖമായിട്ട് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാനും ചിരിക്കാനും സാധിക്കുന്നതുകൊണ്ട് വെൽബീയിങ്, അതായത് പൊതുവെ മനസ്സിനൊരു വളരെയധികം സുഖം തോന്നുന്നു. പിന്നെ സംസാരം വളരെ അധികം ഇമ്പ്രൂവ് ചെയ്യുന്നു. പിന്നെ പൊതുവെ ഒരു ചെറുപ്പമായിട്ടുള്ളൊരു ഫീല്, നമുക്ക് വളരെയധികം പ്രായം കുറഞ്ഞ പോലെ തോന്നുന്നു. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഇതിന് മൊത്തത്തിൽ നമുക്ക് എൻഹാൻസ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ്റെ ഒരു ഓവർവ്യൂ ഞാൻ തന്നു കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.